നമസ്കാരം. രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷനിൽ നടക്കുന്ന ഈ ഒരു സമയത്ത് മൂന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ സമയത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് കഴിഞ്ഞ വട്ടം ഇതുപോലെ മൂന്നാം ഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ നടന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേടിയെടുത്ത സീറ്റുകൾ ഇപ്പൊ 93 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വട്ടം നടന്ന സമയത്ത് അതിൽ 72 സീറ്റുകളും നേടിയത് BJP ആണ്. ആ 72 സീറ്റുകൾക്ക് പുറമെ ഇത്തവണ അത് 84 സീറ്റുകളാക്കിയെടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ് BJPയുടെ ഭാഗത്തുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, BJP ഒരു നിസ്സാരമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള വലിയ സംവിധാനം, പണവും പ്രവർത്തകരും എല്ലാ രീതിയിലുള്ള ഒരു പവറുമുള്ള ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതൊക്കെ സാധിച്ചെടുക്കുമോ എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. BJP എന്താണ് മുന്നോട്ട് വെക്കുന്നത് അത് നടപ്പിലാക്കിയ ശീലമാണ് ഇത്രയും കാലമുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് പോലെ 400 സീറ്റുകൾ എന്നുള്ള സംവിധാനമാണ്. ഈ 400 സീറ്റുകൾ നേടിയെടുക്കുന്നതിന് പുറമെയായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് BJP ഉയർന്നു പോകുന്നു വിജയിച്ചു കഴിഞ്ഞാൽ ജൂൺ 4-ാം തീയതിക്ക് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പരിശോധന നമ്മൾക്കൊന്ന് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും. കഴിഞ്ഞ വട്ടം 2019 BJP ജയിച്ച സമയത്ത് എങ്ങോട്ടോ പോയി, എവിടെയോ പോയി അദ്ദേഹം ടൂറിലായിരുന്നു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് രാജ്യത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ ഇനിയും ഈ ഒരു ഭാരിച്ച പണി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് ചുമലിലേറ്റി കൊണ്ടുപോകുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു 2024 എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അറിവില്ലാത്ത രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണെന്നതിൽ തർക്കമില്ല. ഇത് പരാജയപ്പെടും. 60 സീറ്റുകൾ പോലും കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി ഔട്ടാവുക മാത്രമല്ല, അദ്ദേഹത്തിന് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശൂന്യമായിരിക്കും. അപ്പോ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ അമേഠിയിൽ നിന്ന് MP ആയി പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് വന്ന രാഹുൽ ഗാന്ധി എന്താണ് UP എന്ന് പറയുന്ന സംസ്ഥാനത്തെ സംഘടനാ ചുമതല പോലും ലഭിച്ചിട്ട് അവിടെ ചെയ്യാൻ സാധിച്ചത്? UPയിലൊക്കെ ഇപ്പൊ 0 ആയി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ തോൽവിയോട് കൂടി തന്നെ, അമേഠിയിലെ കഴിഞ്ഞ വട്ടത്തെ പരാജയത്തോടു കൂടി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വലിയ തരത്തിൽ, ബൂത്ത് തലത്തിൽ പോലുമുള്ള പ്രവർത്തനമില്ലാത്ത ഒരു ശോഷിച്ച സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. ഈ ശോഷിച്ച സംവിധാനം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ BJPയൊക്കെ വെല്ലുവിളിക്കാൻ ഇവര് നിരന്തരമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകളായിട്ട് രാഹുൽ ഗാന്ധി 2024 ശേഷവും ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ ഇരുന്ന് പ്രവർത്തിച്ചു പോകാൻ അവരുടെ പ്രവർത്തകർ പോലും സമ്മതിക്കില്ല. അതുപോലെയുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ ഗാന്ധി കുടുംബത്തിന് പുറമെ മറ്റാരെങ്കിലും ഈ ഒരു സംവിധാനത്തിലേക്ക് വരുമോ, അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ പോലെ മറ്റാരെങ്കിലും ഈ അവരുടെ ദേശീയ അധ്യക്ഷനായിട്ട് ഇരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മല്ലികാർജുൻ ഖാർഗെ വെറും പാവയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്, അതിൽ തർക്കമില്ല. ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്, ഇതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കോൺഗ്രസിന്റെ സംവിധാനങ്ങളിൽ ഏറ്റുപിടിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധി മാത്രമായിരിക്കും. അതിൽ തർക്കമില്ല. അമേഠിയിലെ പരാജയത്തോടു കൂടി രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിനപ്പുറത്തെ ഗാന്ധി കുടുംബത്തിലെ ആളാണെങ്കിൽ പോലും ജനങ്ങൾ ഇവരെ തോൽപ്പിക്കും ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഗാന്ധി കുടുംബത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ എന്ത് കോമാളിത്തരം കാണിച്ചിട്ടും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് 2024 എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വെന്റിലേറ്ററിൽ നിന്ന് നമ്മുടെ പ്രൈവറ്റ് വാർഡിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ്. വെന്റിലേറ്ററിൽ നിന്ന് ശവക്കുഴിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകളെല്ലാം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാം ഘട്ടത്തിലും BJPക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു എതിരാളിയോ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഒരു കുതിപ്പ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തർക്കമില്ല.